ബിജെപി പ്രവർത്തകൻ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർ നിരപരാധികളാണെന്ന് സിപിഎം. പ്രതികൾ നിരപരാധികളെന്ന വാദവുമായാണ് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ തന്നെ രംഗത്തെത്തിയത്. കോടതി തന്നെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെയാണ് വെള്ളപൂശാൻ ഇപ്പോൾ സിപിഎം ശ്രമിക്കുന്നത്. ബിജെപി പ്രവർത്തകനായ മുഴപ്പിലങ്ങാട്ടെ സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് കോടതി 9 സിപിഎമ്മുകാരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ സിപിഎം തയ്യാറല്ല. കൊല നടത്തിയവരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പതിവ് സിപിഎം നയം ഇവിടെയും തുടർന്നു. കോടതി കുറ്റക്കാരെന്ന് പറഞ്ഞവർ നിരപരാധികളാണെന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ വാദം. TP കേസിൽ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന TK രജീഷ് ഉൾപ്പെടെ പാർട്ടിക്ക് നിരപരാധിയാണ്. നിയമപരമായി അപ്പീൽ കൊടുത്ത് ഈ നിരപരാധികളായ ആളുകളെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിയും പാർട്ടി സ്വീകരിക്കും. അന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന TP രവീന്ദ്രൻ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ കേസിൽ പ്രതിയായിരുന്നു. അദ്ദേഹവും ജയിലിലെത്തിയാൽ അന്ന് എടുത്ത സമീപനം ഇതായിരുന്നു. CPMന്റെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി അവരെല്ലാം പ്രതികളാക്കിക്കൊണ്ടായിരുന്നു കേസ്. അത് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് CPIMകാരുടെ പേരിലെടുത്ത കേസ്. അതിലിപ്പം ജയിലിലെത്തിയ ഒരാൾ ഒരു ഭാഗം തളർന്ന് ഇപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ നേരാമണ്ണം നടക്കാൻ പോലും കഴിയാത്ത ഒരാളാണ്. 3 പേർ തുടർച്ചയായി ചികിത്സ തേടി ഡോക്ടറിൽ നിന്ന് ചിലപ്പോൾ ആശുപത്രി, ചിലപ്പോൾ വീട് എന്ന നിലയിൽ പരിചരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അതെല്ലാം ഉണ്ട്. അതിലൊന്നും ഒരു വസ്തുതക്ക് ഇവരെന്തെങ്കിലും ഒരു അപരാധം ചെയ്യുന്നതിന് വസ്തുതയില്ല. കുറ്റവാളികളെ സംരക്ഷിക്കാൻ അപ്പീൽ നൽകാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കൊലയാളികൾക്ക് ഇങ്ങനെ പിന്തുണ കൊടുത്താൽ എങ്ങനെയാണ് ഇവർ കൊലപാതക രാഷ്ട്രീയം ഉപേക്ഷിക്കുക എന്ന ചോദ്യമാണ് ഉയർന്നുവരുന്നത്. ജനം, കണ്ണൂർ.